കൂട്ടുകാരെ, ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നല്ല ശീലങ്ങളാണ്. എന്താണത്? ഗുഡ് ഹാബിറ്റ്സ് എന്ന് പറയും. നല്ല ശീലങ്ങൾ ഒരുപാടുണ്ട്. അത് കൂട്ടുകാർ തീർച്ചയായും പാലിച്ചേ മതിയാവൂ. എങ്കിലേ നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരെ നമ്മൾ കുട്ടികൾ നല്ല കുട്ടികളാണെന്ന് പറയുള്ളൂ. ആദ്യം രാവിലെ എണീച്ചാലും രാത്രി ഭക്ഷണം കഴിച്ച് കിടക്കാൻ പോകുമ്പോഴും 2 നേരം പല്ല് തേക്കണം. അതെന്തിനാ പല്ല് തേക്കുന്നത്? രോഗാണുക്കളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല്ല് തേക്കുന്നത്, അല്ലേ? പിന്നെ അടുത്തത്, എപ്പോഴും നമ്മൾ കുളിക്കണം. കുളിക്കുന്ന എന്തിനാ? 2 കാര്യത്തിന്. ഒന്ന്, നമ്മൾ ശുദ്ധിയായിട്ട് നിൽക്കണം എപ്പോഴും. എങ്കിലേ രോഗങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്, ബാക്കിയുള്ളവർ, നമ്മളെ കൂടെ ഉള്ളവർക്ക് നമ്മളോട് ഒരു അറുപ്പും വെറുപ്പും തോന്നാൻ പാടില്ല. അവർക്ക് എപ്പോഴും നമ്മളെ കൂടെ നിൽക്കുമ്പോൾ ഒരു എന്താ പറയുക, നല്ല സന്തോഷത്തോടെ നിൽക്കാൻ കഴിയണം. അപ്പം അയ്യോ ആ കുട്ടിയെ നാറുന്നു, ആ കുട്ടിയെ എന്തോ പോലെയുണ്ട് എന്ന് പറയാനാക്കരുത്. അതിനാണ് കുളിക്കാൻ വേണ്ടി പറയുന്നത്. മൂന്നാമത്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും കഴിഞ്ഞതിന് ശേഷവും കൈ നല്ലോണം സോപ്പിട്ട് കഴുകണം. മനസ്സിലായോ? ഇതെന്തിനാ? ഇതും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങളുണ്ട് ഇപ്പോഴത്തെ കാലത്ത്. ആ രോഗങ്ങളൊന്നും വയറ്റിലേക്ക് ചെന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ കഴുകുന്നത്. മനസ്സിലായല്ലോ? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മാത്രമല്ല, നമ്മളിപ്പോൾ ടോയ്ലറ്റ് പോയിട്ട് വന്നാൽ, അതായത് ബാത്റൂം പോയിട്ട് വന്നു കഴിഞ്ഞാലും കൈയൊക്കെ എപ്പോഴും സോപ്പിട്ട് കഴുകണം. കാരണം ഒരുപാട് അണുക്കളുണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വരാൻ പാടില്ല. പിന്നെ ഏറ്റവും പ്രാധാന്യമായത്, നഖം വെട്ടണം. വിരലിലെ നഖം വെട്ടണം. കാരണം നഖങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അണുക്കൾ വരിക. കാരണം നമ്മൾ എല്ലാ സാധനങ്ങളും തൊടുന്നത് കൈ കൊണ്ടാണ്. അപ്പോൾ വിരലുകളിലും നഖങ്ങളിലൊക്കെ ഇഷ്ടം പോലെ മണ്ണും പൊടിയും ഒക്കെ വന്ന് ചേരാനുള്ള സാധ്യതകളുണ്ട്. അത് നമ്മളുടെ വയറ്റിലേക്ക് എത്തും, വായിലൂടെ, അല്ലേ? അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നഖം വെട്ടണം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അടുത്തത്, നമ്മളെ കൂടെ ഉള്ള ആൾക്കാരെ എപ്പോഴും നമ്മൾ സഹായിക്കണം. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ തീർച്ചയായും സഹായിക്കണം. പിന്നെ ഉള്ളത്, നമ്മളെ മുതിർന്നവർ, ഞങ്ങളെക്കാളും മുതിർന്നവരെ കാണുമ്പോൾ ബഹുമാനിക്കണം. അത് വളരെ വളരെ പ്രാധാന്യമായൊരു കാര്യമാണ് ബഹുമാനം എന്ന് പറയുന്നത്. പിന്നെ വീടായിക്കോട്ടെ, പരിസരമായിക്കോട്ടെ, നമ്മൾ സ്കൂൾ പരിസരങ്ങളായിക്കോട്ടെ, നമ്മൾ ഇരിക്കുന്ന ബെഞ്ചായിക്കോട്ടെ, ക്ലാസ് മുറികളായിക്കോട്ടെ, എല്ലാം ശുദ്ധിയായിട്ട് വെക്കണം. ഞങ്ങളായിട്ട് ഒരു കാലത്തും എവിടെയും ചീത്ത ചവറിടാൻ പാടില്ല. ചവർ ഒരിക്കലും ഇടാൻ പാടില്ല. അതിനൊക്കെ ഓരോ ബാസ്ക്കറ്റുകളുണ്ടാവും, ചിലപ്പം ഡസ്റ്റ്ബിന്നുകളുണ്ടാവും. അവിടെ കൊണ്ടുപോയി ഇടുക. ഒരിക്കലും നിലത്തോ പരിസരത്തോ വൃത്തികേടാക്കാൻ പാടില്ല. മനസ്സിലായാലോ കൂട്ടുകാർക്ക്? വേറെ, പരസഹായം. കുട്ടികളായിട്ടും നിങ്ങളുടെ കൂട്ടുകാരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, പരസഹായം വളരെ നല്ലതാണ്. ബാക്കിയുള്ളവരെ സഹായിച്ചാലേ നമ്മളെ ദൈവം സഹായിക്കുമെന്ന് പറയും. അപ്പോൾ അതൊക്കെ ഒരുപാട് നല്ല ശീലങ്ങളാണ്. മനസ്സിലായ കൂട്ടുകാർക്ക്? പിന്നെ പങ്കുവെക്കണം. സന്തോഷമായാലും സങ്കടമായാലും എല്ലാം പങ്കുവെക്കണം. ഒരു കുട്ടിക്ക്, നിങ്ങളുടെ ഒരു കൂട്ടുകാരന് സങ്കടമാണെങ്കിൽ, എന്താ നിനക്ക് സങ്കടം, എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂട്ടുകാർ പറഞ്ഞു തരും. ഇനി ഇതാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ശരി, 2 പേരൊന്ന് പങ്കുവെക്കുമ്പോൾ ആ കൂട്ടുകാരൻ എന്ത് സമാധാനം ഉണ്ടാകുന്നറിയാം. ഓക്കെ, എനിക്കൊരു ചങ്ങാതിയുണ്ട്, എൻ്റെ കൂടെ നിൽക്കാനൊരു കൂട്ടുകാരുണ്ടെന്നുള്ളൊരു സന്തോഷം വരില്ലേ, അല്ലേ? അടുത്തതായിട്ട് ഏറ്റവും പ്രധാനമായതാണ് സ്നേഹിക്കണം. എല്ലാവരെയും സ്നേഹിക്കണം. കാരണം എല്ലാവരും മനുഷ്യരാണ്. നമ്മൾ എങ്ങനെയാണോ ബാക്കിയുള്ളവരെ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെയാണ് അവർ നമ്മളെയും സ്നേഹിക്കുക, അല്ലേ? അടുത്തത് കൃത്യനിഷ്ഠ. കൃത്യനിഷ്ഠ എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ പഞ്ച്വാലിറ്റി എന്ന് പറയും. എന്തിനും കൃത്യനിഷ്ഠ വളരെ വളരെ ആവശ്യമാണ്. എന്ത് കാര്യം, സ്കൂൾ 9:30ക്കാണ് തുടങ്ങുന്നുണ്ടെങ്കിൽ 9:30 അവിടെ എത്തിയിരിക്കണം. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോവുകയാണെങ്കിൽ അവിടെ ആ സമയത്ത് എത്തിയിരിക്കണം. അത് ചെറുപ്പം മുതലേ നിങ്ങൾ ശീലിച്ചാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയരത്തിലെത്താൻ പറ്റുള്ളൂ. മനസ്സിലായാലും കൂട്ടുകാർക്ക്? അപ്പോൾ ഇന്ന് തൊട്ട് നിങ്ങളെല്ലാവരും ഈ നല്ല ശീലങ്ങളുടെ ഉടമയായിരിക്കണം. ഉറപ്പാണല്ലോ?